ഹായ് ഗായ്സ്, ഇന്ന് സൺഡേ ആണ്. ഈ വീഡിയോ ഇടുന്നത് ഞാൻ ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഞാൻ വെച്ച് ഞങ്ങളുടെ സൺഡേയിലെ ഡേ ഇൻ മൈ ലൈഫ് ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നടക്കാൻ പോവാണ്. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ മുറ്റത്തെ ഒരു മൈന അല്ല കാണിക്കുന്നത്. നോക്കൂ അവിടെ ഒരു ഫ്ലാറ്റ് അത് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാറ്റാണ്. പിന്നെ ഫ്ലാറ്റാണെങ്കിലും വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ നേരെ വിചാരിച്ചു ആദ്യം കാറ് സർവീസിന് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞായറാഴ്ചയായതുകൊണ്ട് ഞങ്ങൾ നേരെ സർവീസിന് കൊടുത്തിട്ട് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ സൺഡേ ആയത് കാരണം നല്ല തിരക്കാണ്. അപ്പം ഇപ്പം കൊടുത്താലും ഞങ്ങൾ നടന്നിട്ട് തിരിച്ചു വന്നാലും കാർ റെഡി ആവത്തില്ല, സർവീസ് ചെയ്ത് കിട്ടത്തില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായാലും പോലും റെഡി ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതങ്ങ് ടോപ്പ് ചെയ്തിട്ട് ഇന്ന് സർവീസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇന്ന് കാറിൻ്റെ ആവശ്യമുണ്ട്. അത് കാരണം ഇന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. എങ്ങനെ നമ്മൾ നേരെ തിരിച്ചു നടക്കുന്ന ഇത് ഡ്രോപ്പായി. അപ്പം നമ്മൾ വിചാരിച്ചു ഞങ്ങൾ ശ്രീകാരി ലയൻസിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വിചാരിച്ചു അവിടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞായറാഴ്ചയും അവിടെ ജിമ്മുണ്ട്, 11 മണി വരെ എന്തോ ജിമ്മുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ അവിടെ പോയി കുറച്ച് നേരം നടക്കാം. അങ്ങനെ ജിമ്മിൽ കയറാൻ പോവുകയാണ്. കുറച്ച് നേരം ട്രെഡ്മില്ല് നടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഹെവി വർക്കൗട്ടൊന്നും വേണ്ട, ട്രെഡ്മില്ല് കയറി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടത്തൊക്കെ തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു. ഹലോ, ഇവിടെ നോക്കിയാൽ നമ്മൾ UST കാണാൻ പറ്റും, കണ്ടായിരുന്നോ? അതെ, UST വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി ഇത് എത്തിച്ചേരാൻ. ടെക്നോ പാർക്ക് വെറും 5 കിലോമീറ്റർ, ലുലു മോൾ വെറും 5 കിലോമീറ്റർ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരുന്നു ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട. അങ്ങനെ കരമന പോയി ഒരു ഫ്രൂട്ട് സലാഡ് കഴിച്ചു. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതാ ഷാന മുട്ട. വേറെ ആരുമില്ലേ? അങ്ങനെ റിച്ചുവിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ എടുക്കണമെന്ന്. അങ്ങനെ അവൾ തന്നെ കുഞ്ഞിൻ്റെ ബെഡിലൊക്കെ ആക്കി. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു, എന്നാലും അവൾ തന്നെ കുഞ്ഞിൻ്റെ ബെഡിലൊക്കെ ആക്കി അവൻ്റെ കൈ കൊടുത്തു. അവൻ ഇതിൽ പരം ഹാപ്പി വേറെ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. റോഡ് മൊത്തം നല്ല ബ്ലോക്കാണ്, കലാശക്കോട്ട നടക്കുകയാണ്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് വിശന്ന് തളർന്ന് ദേവിയിലാണ്, കൈതമുക്ക് ദേവി കയറി. നമ്മൾ ഓരോരുത്തരും ഓരോന്ന് തന്നെ ഓർഡർ ചെയ്ത്. രാജേഷ് കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. കഞ്ഞിയും പയറും ചമ്മന്തിയും അച്ചാറും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. പപ്പടമൊക്കെ. ഞാൻ റിച്ച് ഓർഡർ ചെയ്ത് പുട്ട്, പയർ, പപ്പടം, ചൂര ഫ്രൈ ആണ് അവിടുത്തെ ഏറ്റവും ഫേമസ്. അത് ഞാൻ ദോശയും ചൂര ഫ്രൈയും ഒക്കെ ആയിട്ട് ഞാനും അത് കഴിച്ചു. അവിടെ നിന്ന് കഴിച്ച് തളർന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പം ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി.